കണ്ണൂരിൽ സ്വയം സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചേക്കുകയാണ് നമ്മുടെ സുധാകരൻ. അതായത് ഞാൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കും, ഞാൻ തന്നെ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ണൂർ വിട്ട് പുള്ളിക്ക് വരാൻ പറ്റത്തില്ല. നേരത്തെ ഇതുപോലെ BJP-യിൽ നമുക്ക് ഇതുപോലെ ഒരു സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖർ, അതായത് ഞാൻ നിയമത്ത് തന്നെ എന്ന് കാലേ കൂട്ടി പറഞ്ഞു. അതേപോലെ ഇപ്പൊ സുധാകരനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ വിലയിരുത്തണം? ഇതിനെ പ്രത്യേകിച്ച് കാര്യം എല്ലാവരും ഇതിപ്പം തന്നെ നമ്മൾ നോക്കിയോ, ഇപ്പം പുതിയുഗ യാത്ര അവിടെ അവസാനിക്കുന്നു തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഉയർന്നു കേട്ട പല സിന്ദാബാദ് വിളികളുണ്ട്. ഇത് ഓരോരുത്തർക്കും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ പുതിയുഗ യാത്രയൊക്കെ അവസാനിക്കുന്ന സമയത്തും കോൺഗ്രസിനുള്ളിൽ ഒരു സമവാക്യം ഇതുവരെ, അല്ലെങ്കിൽ സമവായം ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടത്. ഐക്യമില്ലാത്തതുകൊണ്ടാണ് ഇനി ഐക്യജനാധിപത്യ മുന്നണി പേരിനകത്തും കിടന്നിട്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നി. ഇതിനകത്ത് തന്നെ ഐക്യമില്ലായ്മ വലിയ പ്രശ്നമാണ്. ചെന്നിത്തലയുടെ ഒരു വിഭാഗം ആൾക്കാർ ചെന്നിത്തലയ്ക്ക് വേണ്ടി മാത്രമായി മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്, സതീശന് വേണ്ടി മാത്രം മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്, കെ സുധാകരന് വേണ്ടി KCക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആളൊന്നുക്ക് 10 അംഗങ്ങളുള്ള, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി ഒരു പാർട്ടിയായിട്ട് മാറുന്നത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. ചെന്നിത്തല ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ചെന്നിത്തല ഒരു കോൺഗ്രസ് പാർട്ടിയാണ്, സുധാകരനാണെങ്കിൽ സുധാകരൻ ഒരു കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ പാർട്ടികളായി മാറുന്ന ഒരു അഭൗമ സുന്ദരമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ അണികളുണ്ടാവും. ആ അണികൾ അവരവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കും. ഇതിൻ്റെ ഒരു പതിവ് രീതി തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇത്ര കാലമായിട്ടും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ പാർട്ടിക്കാരെല്ലാം മറന്നുകൊണ്ട് ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ വന്ന് പറഞ്ഞു ഓരോരുത്തരും ഓരോ രീതിയിൽ തുള്ളി കളിക്കാൻ നിൽക്കണ്ട, നൃത്തം ചെയ്യണ്ട, എല്ലാവരും ഒരുമിച്ച് ചെയ്താൽ മതി എന്നുള്ള നിലയിലൊക്കെ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഇവരാരും അതിനൊന്നും കൂട്ടാക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം. ഇപ്പം തന്നെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു, AICC ജനറൽ സെക്രട്ടറി. ആ ഒരു പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ ഇവിടെ AICC-യിൽ ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പോയിട്ടില്ല, അപ്രൂവൽ കിട്ടിയിട്ടില്ല, ആർക്കൊക്കെ ഇളവ് കൊടുക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ എത്ര MP-മാർക്ക് ഇളവ് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ സാഹചര്യത്തിൽ തന്നെ കെ സുധാകരൻ പ്രഖ്യാപിച്ചത് AICC-യുടെ അറിവോടുകൂടിയൊന്നുമല്ല, തനിയെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇത്തവണ ഇവിടെ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ പൊതുവിൽ എന്താ ധാരണ, AICC-യിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്, സുധാകരൻ മത്സരിക്കും. ഇത് തന്നെയല്ലേ ജനറലി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല. കെ സുധാകരൻ ചിന്തിക്കുന്നത് എന്താ, KC വേണുഗോപാലിനെ പോലെ ഒരാൾ, എന്നെക്കാട്ടിൽ ഒരുപാട് ജൂനിയറായ KCയെ പോലെ ഒരാൾ അങ്ങനെ അയാൾക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ സീനിയറായിട്ടും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളതുമായ ഈ പറയുന്ന കണ്ണൂരിലെ ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ CPM-നെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെ ഒരാൾക്ക് എന്തുകൊണ്ടാണ് മത്സരിക്കാൻ അവസരം ലഭിക്കാത്തത്? ഇതിനെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോ കണ്ണൂരിൽ നിന്നുകൊണ്ട് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ പറയുന്ന പാർട്ടിയുടെ എല്ലാ വ്യവസ്ഥിതികളെയും പാർട്ടിയിലെ അങ്ങ് മേളിൽ ഇരിക്കുന്ന ഹൈക്കമാൻഡിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് വരെ എന്തായിരുന്നു, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, പാർട്ടി എന്നോട് പറയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുധാകരൻ പെട്ടെന്ന് മനംമാറ്റം വരുത്തി. എന്തുകൊണ്ടാ, KC മത്സരിക്കുന്നു അല്ലെ, KCയെ മത്സരിപ്പിക്കുന്നു, അപ്പൊ അതുകൊണ്ട് യോഗ്യനാണ് ഞാൻ എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുകയും ഹൈക്കമാൻഡിനെ അടക്കം ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പം കെ സുധാകരന്റെ ഭാഗത്ത് ഉണ്ടായത്. നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു പ്രസ്താവന ഇടത് പാർട്ടികളിൽ എവിടെ നിന്ന് ഉയർന്നു കേട്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുകയും ഏറ്റവും കൂടുതൽ അധികാരഭാവത്തോടെ നിൽക്കാനുള്ള ഇന്ന് പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തുള്ള ഒരേ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞ മട്ടന്നൂരെ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തന്നെയും ശൈലജ ടീച്ചറിന്റെ പറ്റില്ല, നിങ്ങൾ അവിടെ പേരാവൂരി മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശൈലജ ടീച്ചർ അതിന് മറുത്തൊന്നും പറഞ്ഞില്ല. ശൈലജ ടീച്ചർ തന്നെ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പേരാവൂരിൽ സ്ഥാനാർത്ഥിയായി മാറി. അല്ലാതെ ശൈലജ ടീച്ചർ പറയാൻ പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടാമത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ ജനസമ്മതി അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഞാനാണ് നേതാവ്, എനിക്ക് പറയുന്നിടത്ത് എനിക്ക് സീറ്റ് വേണം, ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കൂല എന്ന് ശൈലജ ടീച്ചർ കട്ടായം പറയാമായിരുന്നു. പക്ഷെ പറയില്ല. അവിടെയാണ് സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ. വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ, വേറെ ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞോ ഞാൻ മത്സരിക്കാൻ പോവാണെന്ന്? ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ? ഇതാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടിയും അച്ചടക്കമില്ലാത്ത തോന്നിയ വഴിക്ക് പോകുന്ന ഒരു പാർട്ടിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. അതേസമയം ഇവിടെ വേറെ പലരും സ്വയം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട്, മണ്ഡലത്തിൽ ഇറങ്ങി.
ഇല്ലേ? അവിടെ എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസിലുള്ള എല്ലാവരും പിന്നെ ഏതോ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് വിജയശ്രീലാളിതിനെ വന്ന ഒരാളെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന പോലാണ് പാലക്കാട്ടുകാർ കൊണ്ടു നടക്കുന്നത്. അല്ലെ, ഇങ്ങനെ ആരോപണം ഉയർന്ന സമയത്ത് അവിടെ പോയിട്ട് സ്മൈൽ എന്നും പറഞ്ഞിട്ട് ഒരു ഭവന പദ്ധതി അങ്ങോട്ട് തുടങ്ങി കുറെ സിനിമാ താരങ്ങളെ ഇവർ ഉദ്ഘാടനം ചെയ്യുന്നു, തറക്കല്ലിടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ പാടെയാണ് ഇവനെതിരായി അതിജീവിതം കൊണ്ട് കേസ് കൊടുക്കുന്നത്. ആ കേസ് കൊടുത്തു അതിജീവിതം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവൻ മുങ്ങി. പാലക്കാട് MLA ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടു. എന്നിട്ട് ഇപ്പോഴാണ് പാലക്കാട്ടുകാരുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുകഞ്ഞ കൊള്ളി പുറത്താണ്. അതേസമയം CPM-ൽ നിന്ന് ഒരാൾ പുറത്താക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിക്കാരന്മാർ പിന്നീട് അയാളുടെ വാല് പിടിച്ചു പോകുന്ന കണ്ടുണ്ടോ? ഇല്ല. ഇവ സഖാ കുഞ്ഞികൃഷ്ണൻ നമുക്കറിയാം, പയ്യന്നൂരുകാരനാണ്. അദ്ദേഹം പാർട്ടിക്ക് എതിരെ സംസാരിച്ചു. കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. ആ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ പോലും പാർട്ടിക്കെതിരായി വന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം പാർട്ടിയിലെ ഒരാള് പോലും കുഞ്ഞികൃഷ്ണന് വേണ്ടി വാദിച്ചിട്ടില്ല. PK ശശി വലിയ നേതാവാണ്. ഈ PK ശശി വിമത നീക്കം നടത്തി, വിമതനാകാൻ പോയിട്ട് അവിടെ വിമതന്മാരുടെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു പരിപാടി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? വിമതന്മാര് ശശി വന്നതോടുകൂടി വിമതന്മാര് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പാർട്ടിക്ക് അതീതനായി ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. പാർട്ടി എന്ന് പറയുന്ന ഒന്നിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. ആ ചട്ടക്കൂട് വിശാലമായ ഒരു ചട്ടക്കൂടാണ്, ഇടുങ്ങിയ ചട്ടക്കൂടല്ല. വിശാലമായ ഒരു ചട്ടക്കൂടിനകത്ത് ഇരുന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ പിണറായി വിജയൻ ഒരു പക്ഷമായി നിൽക്കുന്നു, P രാജീവ് ഒരു പക്ഷമായി നിൽക്കുന്നു, EP ജയരാജൻ വേറൊരു പക്ഷമായി നിൽക്കുന്നു, പിന്നെ P ജയരാജൻ വേറൊരു പക്ഷം, അങ്ങനെ ഏതെങ്കിലും ഒരുപാട് പക്ഷങ്ങളായി വിഭാഗീയത ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നിൽക്കുന്ന ഒന്നായി നമ്മൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന CPM പോലെ ഒരു പാർട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്ന ആളുടെ പക്ഷം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന ആളുടെ അനുയായിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം നമുക്കറിയാം K സുധാകരന്റെ അനുയായിയായിരുന്നു സണ്ണി ജോസഫ്, അല്ലെ? അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമുക്ക് അബിൻ വർക്കിയെ കുറിച്ച് പറയാൻ ചെന്നിത്തല പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ് അബിൻ വർക്കി എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും പിന്നെ AN ഷംസീർ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് പിന്തുണയ്ക്കുന്ന ആളാണെന്നോ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. AM ഷംസീർ എന്ന് പറയുന്നത് സഖാവാണ്, CPM-കാരനാണ്. അങ്ങനെ ഒരൊറ്റ പേരിൽ മാത്രമേ പുള്ളി നിൽക്കൂ. അല്ല ഇന്ന ആളുടെ ബിനാമി എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്ത് നിലനിൽപ്പില്ല. ഇതാണ് ഈ പറയുന്ന രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു ചട്ടക്കൂടിലുള്ള ഒരു വ്യതിയാനം എന്ന് പറഞ്ഞ വ്യത്യാസം. ഈ വ്യത്യാസം ആണ് കോൺഗ്രസിന്റെ എല്ലാ കാലവും ശാപമായി മാറിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ K സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങുന്നു. K സുധാകരൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങി സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നു. ഇത് പാർട്ടിക്ക് നിഷേധമാണ് ശരിക്കും കാണിച്ചത്. സത്യത്തിൽ CPM-ലാണ് K സുധാകരൻ പിന്നെ പുറത്താണ്. ഇതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും. K സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എൻ്റയർ കോൺഗ്രസ് പാർട്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ K സുധാകരനെ പാഠം പഠിപ്പിക്കണം. K സുധാകരൻ സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമല്ലേ, പാർട്ടി പറഞ്ഞിട്ടല്ല K സുധാകരൻ മത്സരിക്കുന്നത്. പിന്നെ K സുധാകരനെ പിണക്കണ്ട എന്ന് കരുതി ഞങ്ങൾ മത്സരിപ്പിച്ചു, പക്ഷെ സുധാകരൻ തോറ്റുപോയി. ഇങ്ങനെ ഒരു വാദം അവിടെ കൊണ്ടുവരാൻ പറ്റും. K സുധാകരൻ പക്ഷെ തോറ്റുപോയി. അപ്പൊ ഇനി K സുധാകരന് മുമ്പിൽ വെക്കാൻ പോകുന്നൊരു പിന്നെ അടുത്ത ഉപാധി എന്തായിരിക്കും അറിയോ? മത്സരിച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങൾ MP സ്ഥാനം അങ്ങ് രാജിവെച്ചിട്ട് മത്സരിക്കാൻ പറയും. അപ്പൊ K സുധാകരൻ MP സ്ഥാനം രാജിവെക്കും, പുള്ളിക്ക് മത്സരിക്കണം. K സുധാകരൻ MP സ്ഥാനം ഇതാക്കിയിട്ട് തിരിച്ച് കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്നു. ഈ പറയുന്ന വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടണമെന്നില്ല. കാരണം പാർട്ടിക്കാർ പാലം വലിക്കും, കോൺഗ്രസ്സുകാർ തന്നെ പാലം വലിക്കും. എന്താ, സുധാകരൻ ഇനി മേലാ തല പൊക്കരുത്, അല്ല ഇനിയൊരു 4 വർഷത്തേക്ക് തല പൊക്കുകയും 4 വർഷം ഇനി അങ്ങോട്ട് തല പൊക്കാനേ പാടില്ല. സുധാകരൻ എന്ത് ചെയ്യും? സുധാകരൻ നൈസായിട്ട് അവിടെ വെച്ച് തോൽപ്പിക്കും. അത് പാർട്ടി വിചാരിച്ചാൽ നടക്കും, കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് നടക്കും. എന്നിട്ട് അവിടെ നിന്ന് ജയിക്കാൻ പോകുന്നത് ഈ LDF-കാരനാണ്. കണ്ണൂർ കിട്ടി, LDF-ന്റെ കണ്ണൂർ കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം വലിയ പാടുള്ള കേസ് വല്ലതാണോ? അല്ല, അത് സിമ്പിളായിട്ട് നടക്കും. ഇതാണ് K സുധാകരന് പറ്റിയൊരു വീഴ്ച എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ പോലും സുധാകരൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സുധാകരൻ അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. കാര്യം അത് സുധാകരൻ അബദ്ധമാണ്. സുധാകരന് പണി കിട്ടും, സുധാകരൻ പരാജയപ്പെടും, സുധാകരന് പരാജയപ്പെട്ട് MP സ്ഥാനം നഷ്ടപ്പെടും. കോൺഗ്രസിന്റെ പിന്നെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ അടുത്തത് വനവാസത്തിന് തയ്യാറെടുക്കുന്ന നേതാക്കളിൽ ഒരാൾ K സുധാകരനാണ്. നമുക്ക് പറഞ്ഞ വിശ്വസിക്കത്തില്ല. അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വനവാസത്തിന് പോവാ, രാഷ്ട്രീയ വനവാസത്തിന്. ഇനി അടുത്ത ഈ തെരഞ്ഞെടുപ്പോടുകൂടി M ഹസൻ പിന്നെ ഫീൽഡ് ഔട്ടാണ്. VM സുധീരൻ പോവും, മുല്ലപ്പള്ളി പോവും, PJ കുര്യൻ പോവും. ഇങ്ങനെ കുറെ നേതാക്കന്മാരുണ്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരെ ആരെ ഇനി കോൺഗ്രസിന് വേണ്ട. ഈ നേതാക്കന്മാരെ മുല്ലപ്പള്ളി ഇനി വേണ്ട കോൺഗ്രസിന്. ഇത്തവണ മത്സരിപ്പിച്ച് നോക്കും, ജയിച്ചില്ലെങ്കിൽ പുള്ളി പോയി. PJ കുര്യൻ ഇത്തവണ സീറ്റും ഇല്ല, ഇതോടുകൂടി PJ കുര്യൻ പോയി.
എം ഹസൻ ഇനി ഉണ്ടാവില്ല. ഇങ്ങനെ പറയുന്ന കുറെ നേതാക്കന്മാരുണ്ട്. സുധീരൻ എന്നൊക്കെ പറഞ്ഞാൽ ആദർശധീരനായ ഒരു കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ കോൺഗ്രസ്സുകാരെ കണ്ടുകിട്ട പാടാ. ആദർശധീരനായ ഒരു കോൺഗ്രസ് നേതാവ് സുധീരൻ ഇനി ഉണ്ടാവില്ല കോൺഗ്രസ് പാർട്ടിയിൽ. അങ്ങനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പോടുകൂടി പിന്നെ ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്ന, രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്ന കുറെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഈ കെ സുധാകരൻ. കെ സുധാകരൻ ഇത്തവണ മത്സരിക്കാൻ തീരുമാനിച്ച ഞാൻ മത്സരിക്കണ്ട എന്ന് ആരും തീർത്ത് പറയില്ല. സുധാകരനെ മത്സരിപ്പിക്കുക തന്നെ ചെയ്യും, മത്സരിപ്പിക്കുകയും ചെയ്യും, പരാജയപ്പെടുത്തുകയും ചെയ്യും. സംഭവം സിമ്പിളാണ്. ഇതാണ് സംഭവിക്കുക. ഇത് സുധാകരൻ കാണിച്ചു വെച്ച ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണ്, അബദ്ധമാണ്. KC അപ്പിയിടുന്ന കണ്ടിട്ട് അല്ലെങ്കിൽ KC പിണ്ടവിടുന്നത് കണ്ടിട്ട് ഒരു അണ്ണാങ്കുഞ്ഞ് പിണ്ടവിടാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമായിരിക്കും സുധാകരനെ കുറിച്ച് ഈ രാഷ്ട്രീയത്തിന്റെ ഒരു യഥാർത്ഥ വസ്തുത അനുസരിച്ച് പറയാം. അല്ല, അദ്ദേഹം സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ KCയെക്കാട്ടി ചെറുതാന്നല്ല പറഞ്ഞത്. പൊസിഷന്റെ കാര്യത്തിലും പാർട്ടിയിലെ ഇപ്പോഴത്തെ സ്ഥാനത്തിന്റെ കാര്യത്തിലും KCയെക്കാട്ടിൽ തീരെ ചെറിയ ഒരാളാണ് കെ സുധാകരൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.